തിരുഹൃദയ വണക്കമാസത്തിലൂടെ കടന്നുപോകുന്ന ഈ സന്ദർഭത്തിൽ എല്ലാ വ്യക്തികൾക്കും എല്ലാ കുടുംബങ്ങൾക്കും തിരുഹൃദയത്തിൻ്റെ കാരുണ്യം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയുമാണ്. നമ്മുടെ കുടുംബങ്ങളെല്ലാം തന്നെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭവനങ്ങളിൽ തിരുഹൃദയ പ്രതിഷ്ഠ നമ്മൾ നടത്തുന്നത്, തിരുഹൃദയത്തിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ ആയിരിക്കുമ്പോൾ, അവിടുത്തെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ധാരാളം കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കർത്താവിന് നമ്മോടുള്ള കാരുണ്യമാണ്. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, കുടുംബത്തിൽ ജീവിക്കുമ്പോൾ, നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് കാരുണ്യം തന്നെയാണ്. കരുണ നമുക്ക് ലഭിക്കുക ഏറെ സന്തോഷമുള്ള കാര്യമാണ്, ഏറെ സൗഭാഗ്യമുള്ള കാര്യമാണ്. പക്ഷെ പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന കരുണ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നില്ല എന്ന ആവലാതി നമ്മിൽ അനേകം പേർക്കുണ്ട്. കർത്താവ് നമ്മോട് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം സ്വർഗത്തിൻ്റെ വാതിൽ നമുക്കായി തുറന്നു തന്നു എന്നുള്ളതാണ്. ആ സ്വർഗവാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായി, നിത്യജീവനിലേക്ക് പ്രവേശിക്കാനായി തടസ്സമായി നിൽക്കുന്ന നമ്മുടെ പാപങ്ങൾ അവിടുന്ന് കാരുണ്യപൂർവ്വം ക്ഷമിക്കുന്നു, പൊറുക്കുന്നു എന്നതാണ്. നമുക്ക് വേണ്ടത് അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിൻ്റെ കാരുണ്യം യാചിക്കുക എന്നതാണ്. ഈ സന്ദർഭത്തിൽ രണ്ട് കാര്യങ്ങളാണ് അനുസ്മരിപ്പിക്കാനായിട്ടുള്ളത്. ഒന്ന്, തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ ആയിരുന്നു കൊണ്ട് യേശുവിൽ നിന്ന് അവിടുത്തെ കാരുണ്യം ആവോളം സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ്. രണ്ട്, യേശുവിൻ്റെ കരുണ ഒഴുകുന്ന അവിടുത്തെ ഹൃദയമായി സമൂഹത്തിലും കുടുംബത്തിലും മാറുക എന്നുള്ളതാണ്. അതിനായി തിരുഹൃദയം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേ ശുദ്ധതയുടെ വെണ്മയാൽ മാലാഖമാർ പോലും അത്ഭുതപ്പെട്ട് അങ്ങയെ ആരാധിക്കുന്നു. ദിവ്യനാഥ, എൻ്റെ ഹൃദയത്തിലുള്ള അശുദ്ധമായ ആഗ്രഹങ്ങളെയും ക്രമമല്ലാത്ത ആശകളെയും മാറ്റി മാലാഖയ്ക്കെടുത്ത ശുദ്ധതയെ ഇഷ്ടപ്പെടുവാനും പരിശുദ്ധമായ ജീവിതം കഴിപ്പാനും വിശുദ്ധന്മാർക്ക് സ്വർഗത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഭാഗ്യത്തിന് യോഗ്യയാക്കുവാനും എനിക്ക് അനുഗ്രഹം നൽകണമേ. ആമേൻ. തിരുഹൃദയ പ്രാർത്ഥന. കർത്താവേ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ്റെ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, തിരുഹൃദയ വണക്കമാസത്തിൻ്റെ 14-ാം ദിനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, കർത്താവേ, ഈ സമൂഹത്തിലുള്ള ഓരോ അവിശ്വാസികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിന് കോട്ടം വരുത്തുന്ന സന്ദേശങ്ങൾ കൈമാറുന്നവരെ നമുക്ക് തിരിച്ചറിയാം. സഭയ്ക്കെതിരായി പെരുമാറുന്ന, സഭയ്ക്കെതിരായി അന്യായമായ അവഹേളനങ്ങൾ നടത്തുന്ന വ്യക്തികളെ നമുക്ക് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി, അവരുടെ മനസ്സ് തിരുത്തുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊക്കെ വെറും പണത്തിനും അധികാരത്തിനും വേണ്ടിയാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, പണവും അധികാരവും നമ്മെ അടിമകളാക്കുന്നു. ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം കണ്ടെത്തുവാൻ തടസ്സമായി നിൽക്കുന്ന പ്രലോഭനങ്ങളെക്കുറിച്ച് നാം ധ്യാനിക്കണമെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. സമാധാനത്തിനും അധികാരത്തിനും പണത്തിനും വേണ്ടിയുള്ള ദാഹത്തിനായി നാം ഓരോരുത്തരും കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മെ അടിമകളാക്കി മാറ്റുന്നു.
യേശു ക്രിസ്തു ഒരു സ്വതന്ത്ര മനുഷ്യനായിരുന്നുവെന്ന് പാപ്പ നിരീക്ഷിക്കുന്നു. എല്ലാ മനുഷ്യർക്കും സ്നേഹത്തിൻ്റെ നന്മ നിറഞ്ഞ ഒരു ദിനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.